ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ ഹൽദിയുടെയും കല്യാണത്തിൻ്റെ തലേദിവസത്തെ വിശേഷങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കല്യാണ ദിവസത്തിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനെല്ലാം എടുത്തിട്ടുണ്ടായത് ഷോർട്ട് വീഡിയോ പോലെയാണ്. എൻ്റെ കയ്യിൽ ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പക്ഷെ എന്നാലും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി, പക്ഷെ എനിക്കിപ്പാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കും അമ്മക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് മുന്നേ അറിയുന്ന ആളാണ്. കാരണം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് മെഹന്തി ഇട്ടുന്നത് ആളാണ്. ആളുടെ പേര് സമീല റിയാസ്. ആൾ ചെമ്മനാട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആളുടെ അടുത്ത് ഞാൻ 8 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ രാവിലെ 4:15 ആകുമ്പോഴേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഫോൺ വിളിക്കുമ്പോഴാണ് ഇത്ര ഞാൻ എണീക്കുന്നത് തന്നെ. അപ്പോൾ ആളെൻ്റെ അടുത്ത് സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം മുന്നേ കൊണ്ടുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കും കാരണം ഉണ്ടായതുകൊണ്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആളതിനെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആൾ രാവിലെ വന്നിട്ട് സാരി ഫുൾ അയൺ ചെയ്ത് ഡ്രൈപ്പ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആളുടെ കൂടെ ഒരു അസിസ്റ്റൻറ്റും കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടാളും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് എന്തെന്ന് വേണ്ടത്, എനിക്കിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ കുഴപ്പമില്ല, അത് മാറ്റാം, വേറെ ചെയ്യാം അങ്ങനെ ചെയ്യും. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ആദ്യം അമ്മക്ക് മേക്കപ്പും ചെറുങ്ങനെ കുറച്ച് മേക്കപ്പും സാരി ഡ്രൈപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ വേഗം വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മേക്കപ്പും സാരി എല്ലാം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ സാരി വാങ്ങാൻ പോയിട്ട് കഴിയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 അമ്മമാരും കൂടി പോയിട്ടാണ് ഈ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കോളിലും ഫോട്ടോ അയച്ചിട്ടാണ് ഈ സാരി വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കൊണ്ടുവന്നിട്ടായിട്ടാകുമ്പോൾ ഒരു ചെറിയ ഇഷ്ടമൊക്കെ വന്നു. പക്ഷേ ഉടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെ അമ്മേനെ ഇത്രയും അടിപൊളിയാക്കി തന്നതിൽ ആളുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുന്നു. ഇപ്പം അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അരിയിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ അരിയിരിക്കലിന് രാവിലെ എല്ലാവരും തലയിൽ അരിയിട്ടിട്ട് അപ്പോൾ കല്യാണ ചെക്കൻ അനുഗ്രഹം വാങ്ങണം. അപ്പോൾ അങ്ങനെ എൻ്റെയും കുട്ടുവിൻ്റെ കാല് മുത്തുപിടിച്ചു ഗൈസ്. ഞങ്ങളവനെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു. അപ്പോൾ അരിയിരിക്കലും രാവിലത്തെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. എനിക്ക് മറന്നുപോയി, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനും കുട്ടുവാച്ചും കൂടിയിട്ട് ഒരു ട്രാൻസിഷൻ റീലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊയിനാച്ചി ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം ഉണ്ടായത്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു 10:30-11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ബ്രൈഡും ടീംസും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ താലി കെട്ടെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അരിയിരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് ഫോട്ടോ സെഷനായിരുന്നു. അവരെ കുറേ ഫോട്ടോസ് എടുത്തു, പിന്നെ ഫാമിലി ഫോട്ടോസ് എടുത്തു. അപ്പോൾ കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ.
അപ്പം അങ്ങനെ ഫോട്ടോ സെഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. സദ്യ കഴിച്ചതിന് ശേഷം അഞ്ജനക്ക് സാരി മാറാനുണ്ടായിരുന്നു. അതായത് കല്യാണത്തിനുടുത്ത സാരി മാറ്റിയിട്ട് നമ്മൾ കൊടുത്ത സെക്കൻഡ് സാരി ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അതെല്ലാം ചേഞ്ച് ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. അങ്ങനെ നമുക്ക് വീട്ടിൽ കയറാൻ വേണ്ടി ഒരു സമയമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്തിന് നമ്മൾ വീട്ടിലേക്ക് എത്തിന്. അപ്പോൾ മീനു ആണ് ഇവർ വീട്ടിൽ കയറുമ്പോൾ കാലിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായത്. പക്ഷേ എൻ്റെ കല്യാണത്തിന് ഞാൻ വീട്ടിൽ കയറുന്ന സമയത്ത് കുട്ടൂന് വേറൊരു കസിനാണ് കാലിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായത്. ഇപ്രാവശ്യം മീനു ആണ് അഞ്ജനേൻ്റെ കാലിന് വെള്ളം ഒഴിക്കുന്നത്. മാറ്റി കളത്തി മീനിമോളെ ഫ്രണ്ടിൽ കയറി അമ്മ അങ്ങനെ വീട്ടിൽ കയറി വന്നതിന് ശേഷം പിന്നെയും അരി ഇരിക്കലുണ്ട്. അരി ഇരിക്കുന്ന മാത്രമല്ല പാലും പഴവും കൂടി കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അരി ഇരിച്ചിട്ട് ശേഷം പിന്നെയും കാല് പിടിച്ചിട്ട് അനുഗ്രഹം വാങ്ങാനുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും അരിയിച്ചതിന് ശേഷം ഞാനും കുട്ടും കൂടി അരിയിച്ചിട്ട് ഇവരെ കൊണ്ട് ഞങ്ങളുടെ കാല് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹവും സഫലമായി ഗൈസ്.
അപ്പോൾ അഞ്ജനേൻ്റെ വീട്ടിൽ നിന്ന് അഞ്ജനേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ജനേൻ്റെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഫുഡും അറേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അഞ്ജനയോട് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. പോകുമ്പോഴത്തേക്ക് അഞ്ജനേൻ്റെ മുഖം വാടി വാടി ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. പക്ഷെ പണ്ടില്ലവരെങ്ങനെ അറിയാം. നമ്മുടെ നാട്ടിലെ ഓള് വരുന്നില്ല. മീനു അപ്പോൾ ഈ മേക്കപ്പ് ഇടുമ്പോഴും സാരി ഉടുക്കുമ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും നല്ല പാങ്ങുണ്ടായിന്. പക്ഷെ ഇത് ഊരുമ്പോൾ നല്ല പണിയും ഉണ്ടായിന്. കുറേ ക്ലിപ്പ് ഉണ്ടായിരുന്നു തലയിൽ. അതെല്ലാം മെല്ലെ മെല്ലെ ഊരിയെടുത്തു. കുട്ടീനെ ഞാൻ ആ പണി ഏൽപ്പിക്കുകയും ചെയ്തു, ഇതെല്ലാം ഊരി തരാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൂരി കഴിയുമ്പോഴത്തേക്ക് അഞ്ജനേൻ്റെ ഊരാനുണ്ടായിരുന്നു. അങ്ങനെ ഓൾ ദൂരി കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കി. എൻ്റെ സാധനങ്ങളൊന്നും ഊരാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അഞ്ജനേൻ്റെ ഊരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു. ആദ്യം കുറേ ഞാൻ ഹെൽപ്പാക്കിയതിന് ശേഷം മീനും വന്നു. ഞങ്ങൾ 3 ആൾ പരിശ്രമിച്ചിട്ടാണ് പിന്നെ ഓളെ തലം വന്നു ബാക്കിയെല്ലാം ഊരിട്ടെടുത്തത് നമ്മൾ. അങ്ങനെ പറഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കങ്ങനെ എല്ലാ മൊമെൻറ്റ്സും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റിയതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇനി ഇടുന്ന വീഡിയോസും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും എനിക്ക് ഇടാനില്ല. അപ്പോൾ ഇനി വേറെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസും ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.